നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് നമുക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും നമ്മൾ അബുദാബിയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് വിമാനം ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നായിരിക്കും അടുത്തൊരു വിമാനത്തിൽ കയറി യൂറോപ്പിലേക്കോ അതല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ തന്നെ യാത്ര ചെയ്യാറുള്ളത്. ഏതായാലും ഇപ്പോൾ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് ചൈനയിലെ ഒരു വിമാന കമ്പനി. 29 മണിക്കൂർ സമയം കൊണ്ടാണ് ഈ വിമാനം പറന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ചൈന ഈസ്റ്റേൺ വിമാന കമ്പനിയാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഷാങ്ഹായിൽ നിന്നാണ് വിമാനത്തിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. ബ്യൂണസ് അയേഴ്സിലാണ് ഇത് ചെന്നെത്തുന്നത്. ആകെ 29 മണിക്കൂർ സമയമെടുത്താണ് ഈ വിമാനം അവിടെ എത്തുക. എന്നാൽ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്ര നടത്തുന്ന വിമാന സർവീസാണ് ഇത് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. കാരണം ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വിമാനം ഇറങ്ങുന്നുണ്ട്. ന്യൂസിലൻഡിലെ ഓക്ക്ലാൻഡിലാണ് ഈ വിമാനം ഇടയ്ക്ക് ഇറങ്ങുന്നത്. 2 മണിക്കൂർ ഇവിടെ വിശ്രമമുണ്ട്. അതിനുശേഷം മാത്രമേ ഈ വിമാനം പിന്നീട് ബ്യൂണസ് അയേഴ്സിലേക്ക് പുറപ്പെടുകയുള്ളൂ. ബോയിങ്ങിൻ്റെ ഏറ്റവും അത്യന്താധുനിക സംവിധാനമുള്ള വിമാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ചൈനീസ് വിമാന കമ്പനി അറിയിക്കുന്നത്. 12,500 മൈൽ ദൂരമാണ് വിമാനം പറന്നെത്തുന്നത്. അതായത് വിമാനം പറക്കുന്ന ദൂരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകം മൊത്തം ചുറ്റി വരുന്നതിൻ്റെ പകുതി സമയം എന്നാണ് ഇപ്പോൾ വിമാന കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ മറ്റു പല വിമാന കമ്പനികളും തങ്ങൾ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ് നടത്തുന്നതെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇതിൽ പ്രധാനമായുള്ളത് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്കുള്ള അവരുടെ വിമാന സർവീസാണ് നിലവിൽ ഏറ്റവും നീളം കൂടിയ, വഴിയിലെങ്ങും തന്നെ ഇറങ്ങാതെ ഒറ്റയടിക്ക് ന്യൂയോർക്കിലേക്ക് ചെന്നെത്തുന്ന വിമാന സർവീസ്. ഒരുപക്ഷെ ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കുന്ന വിമാന സർവീസ് ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റേതാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം വഴിയിലെങ്ങും തന്നെ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 18 മുതൽ 19 മണിക്കൂർ വരെ സമയമെടുത്താണ് ഈ വിമാനം അവിടേക്ക് എത്തുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ എയർലൈൻസായ കോണ്ടാസ് അവരിപ്പോൾ ഇത്തരത്തിലുള്ള ദീർഘദൂര വിമാന സർവീസുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുകയാണ്. ഇവയെല്ലാം തന്നെ ദീർഘദൂരം, അതായത് വഴിയിലെങ്ങും തന്നെ ഇറങ്ങാതെ സഞ്ചരിക്കുന്ന വിമാന സർവീസുകളായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു പ്രഖ്യാപനം കമ്പനി നടത്തിയിട്ട് 10 വർഷം കഴിഞ്ഞു എങ്കിൽ പോലും 2027 കൂടി ഇതൊരു യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് ഒറ്റയടിക്ക് വിമാനത്തിൽ 20-30 മണിക്കൂർ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ യാത്രക്കാർ ഇതിനെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. കാരണം വിമാനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുക, അതല്ലെങ്കിൽ കിടന്നാണെങ്കിൽ പോലും ഇത്രയും നേരം വിമാനത്തിൽ തുടർച്ചയായി സഞ്ചരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റവും ഒരുപക്ഷെ ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വഴിയിൽ ഇറങ്ങിക്കയറുക എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിമാനയാത്രകൾ സഹായിക്കും. ആദ്യമായിട്ടാണ് ഒരാൾ വിമാനത്തിൽ സഞ്ചരിക്കുന്നതെങ്കിൽ തന്നെ അയാൾക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ ഒരു സംവിധാനത്തിൽ വിമാനത്തിൽ ഇറങ്ങിക്കയറേണ്ട ബുദ്ധിമുട്ടില്ല. നമ്മൾ അല്ലെങ്കിൽ ഓരോ വിദേശ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് ശേഷം അടുത്ത നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കുന്നതിന് വേണ്ടി പലയിടത്തും നമ്മൾ അത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇരട്ടി ദുരിതമാകുമെന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള വിമാന സർവീസുകൾ ശരിക്കും പറഞ്ഞാൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ വിമാനയാത്രക്കാർ പറയുന്നത്. ഡിസംബറിലാണ് ചൈനീസ് വിമാന കമ്പനി സർവീസ് ആരംഭിക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴേ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ട് ടിക്കറ്റ് നിരക്കും എല്ലാം തന്നെ അവർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്.